നമസ്കാരം. ഏതെങ്കിലും മാധ്യമ പ്രവർത്തകന്റെ മുഖം പിടിച്ച് റോട്ടിൽ ഉരയ്ക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തന്റെ മുമ്പിലെ ടെലിപ്രോംപ്റ്ററിൽ എഴുതി കാണിക്കുന്ന വാക്കുകൾ വയറിളകുന്നത് പോലെ വായിക്കുന്ന, എന്നിട്ട് അതിൽ ഓർഗാസം അനുഭവിക്കുന്ന ചിലരെ, അവരുടെ വെർബൽ ഡയറിയ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും ഈ മനുഷ്യനോട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇവന്റെയൊക്കെ മുഖം പിടിച്ച് നല്ല ഉരമുള്ള റോട്ടിലിട്ട് ഉരതാൻ തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ഇതൊന്ന് കാണൂ. ഇയാളുടെ കള്ളത്തരം നിങ്ങളൊന്ന് കേൾക്കൂ. ലഡാക്ക് വഴി ചൈന ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വഴികാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സോനം വാങ്ചുക്. അയാൾ ഒരു അന്തം രാജ്യദ്രോഹിയാണ്. ഏതെങ്കിലും ഫോർത്തറൈറ്റ് മുഖമില്ലാത്ത സൈബർ വ്യാളിയല്ല. ഒരു വാർത്താ ചാനൽ പ്രധാനിയുടെ പോസ്റ്റാണ്. അയാൾ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നൂറുകണക്കിന് സൈബർ വ്യാജന്മാർ, വെറുപ്പിന്റെ വക്താക്കൾ, പണ്ടേ പോരാടാത്തവർ, പോരാട്ടങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തവരുടെ പിന്മുറ ആരാധകർ പടച്ചിറക്കുന്ന ഒരു പച്ചക്കള്ളമാണ്. അധാർമിക പണികൾ, ഇമ്മോറൽ വൃത്തികേടുകൾ അവർക്കൊരു പുതിയ കാര്യവുമല്ല. ഇനി ഇയാൾ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ എന്നൊന്ന് നമുക്ക് അന്വേഷിക്കാം. സോനം വാങ്ചുക് അങ്ങനെ ചൈനക്കാർ നമ്മുടെ അതിർത്തി ഭേദിച്ച് വരികയാണെങ്കിൽ അവരെ ഞങ്ങൾ തടയില്ല, ഇന്ത്യയിലേക്കുള്ള ഡൽഹിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും എന്നത് പറഞ്ഞത് കള്ളമാണോ? അതൊന്ന് നോക്കാം. സോനം വാങ്ചുക് അങ്ങനെ പറയുന്നതിന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണാം. जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं। हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा है। डोंट किल द मैसेंजर कहते हैं ना, सॉल्व द प्रॉब्लम। उनका तो फ्रस्ट्रेशन निकल रहा है, आप समस्या का हल करें तो बेहतर होगा। तो सरकार को इन सब बातों का सीरियस नोट बहुत गंभीरता से लेनी चाहिए। लद्दाख के लोगों में एलियनेशन और फ्रस्ट्रेशन आना भारत के लिए अच्छी बात नहीं है। പലരുടെയും മതപരമായിട്ടുള്ള അസഹിഷ്ണുതയും രാഷ്ട്രീയവറിയും മതവറിയും എല്ലാം ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളുമായി മാറുന്നു. അത് പതുക്കെ പതുക്കെ രാജ്യവിരുദ്ധ സമീപനങ്ങളായി മാറുന്ന ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൃത്യമായിട്ടും രാജ്യവിരുദ്ധ നിലപാടുകൾ എടുത്ത ഒരാളെ വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യവിരുദ്ധ നിലപാട് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുന്ന ഇത്തരം ആളുകൾ സോനം വാങ്ചുക്കിനെ പോലെ ഇപ്പോഴത്തെ രഞ്ജിനി ഹരിദാസ് അവതരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യങ്ങളും മുൻപ് ചെയ്തിട്ടില്ലാത്ത പല ആളുകളും, വാങ്ചുക്കിനെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തുന്നില്ല, പക്ഷെ മറ്റ് രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിന് ദോഷകരമാകുന്ന കാര്യങ്ങൾ മാത്രം നോക്കൂ, വിസിബിലിറ്റി കിട്ടണം എന്നുള്ളത് കൊണ്ട് ഈ സമൂഹത്തിന് വലിയൊരു ഭീഷണിയായി മാറുന്ന ഈ നായശല്യം, ഈ തെരുവ് നായ ശല്യത്തിന് അതിനെ കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുന്ന ഈ സമൂഹത്തിൽ അറിയപ്പെടണം, എനിക്കും വിസിബിലിറ്റി കിട്ടണം, ഞാൻ തിളങ്ങി നിൽക്കണം, വാർത്താ പ്രാധാന്യം കിട്ടണം എന്നുള്ള മാനസികാവസ്ഥയോടുകൂടി ഈ മാന്യന്മാരായ ആളുകൾക്ക് നേരെ തുണിവക്കി കാണിക്കുന്ന മദ്യപാന്മാരെ പോലെ ചില ആളുകളുണ്ട്. അത്തരം ആളുകളാണ് ഇത്തരം സമരങ്ങൾക്ക് പിറകിൽ എന്ന് പറയാതെ വയ്യ. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് പൂർണ്ണമാണ് എന്നൊന്നും പറയുന്നില്ല. ഒരു സർക്കാർ, ആ സർക്കാരിന് തെറ്റുകൾ പറ്റാം, തുടർച്ചയായി ഭരിക്കുമ്പോൾ തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളത്, തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നല്ല ഒരു സർക്കാരിന്റെ അടയാളം. അത് കൃത്യമായിട്ട് നോക്കൂ. ആ കാര്യങ്ങളിൽ നീറ്റ് പരീക്ഷയിൽ പറ്റിയ തെറ്റ് തിരുത്തുന്നു, കൃത്യമായി തിരുത്തിക്കൊണ്ട് അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കുന്നു, കൃത്യമായി മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് ഇവരുടെ കാര്യമില്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനിടയിൽ ആസാദി വരുന്നു, കാശ്മീരിന് സ്വാതന്ത്ര്യം വരുന്നു, 370 വകുപ്പ് വരുന്നു, അങ്ങനെയുള്ള ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നു. ഇത്തരം സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ കേരളത്തിലെ മാധ്യമങ്ങൾ, നിങ്ങൾ നോക്കൂ, ഈ പാർട്ടിയുടെ സമരത്തിന് മൈക്കുമായി ഈ കോലും പിടിച്ചുകൊണ്ട് മുന്നിൽ പോകുന്നത് ഭൂരിപക്ഷവും മലയാളികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ് എന്ന് പറയുമ്പോഴാണ് മലയാളി എന്നതിൽ കുറച്ചൊക്കെ ലജ്ജ തോന്നുന്നത്. ഈ രാജ്യത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ മലയാള മാധ്യമങ്ങൾ മുൻപന്തിയിലാണെന്ന് പറയാതെ വയ്യ. നാളെ മാറി നിൽക്കട എന്ന് പറഞ്ഞ് മലയാളികളെ മൊത്തത്തിൽ മറ്റ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനക്കാർ മാറ്റി നിർത്തുന്ന ഒരു കാലം വന്നാൽ അതിന് കാരണക്കാർ ഇവരാണെന്ന് പറയാതെ വയ്യ. നിങ്ങൾ ചിന്തിക്കുക, ഈ രാജ്യത്തിന് നമുക്ക് ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ കഴിയൂ. ഈ രാജ്യം നിലനിൽക്കേണ്ട, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യന്റെയും കടമയും കർത്തവ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.